Hello, good morning, dear students. So, in today's class, we will be discussing about mental health disorders, some of its symptoms, and impact of disorders. അപ്പോൾ നമുക്കറിയാം പല ടൈപ്പ് ഡിസോർഡേഴ്സ് ഉണ്ട്. ആൻഡ് അതിൽ മെയിനായിട്ടുള്ള കുറച്ച് ടൈപ്പുകൾ മാത്രമേ നോക്കുന്നുള്ളൂ. ഷോർട്ടായിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് മാത്രമേ നോക്കുന്നുള്ളൂ. ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നില്ല. ഫസ്റ്റ് വൺ ഈസ് ഡിപ്രഷൻ. ഇത് വളരെ കോമൺലി ഇപ്പോൾ ഒരു യൂസ് ചെയ്യുന്നൊരു വാക്ക് വരെ ആയിപ്പോയിട്ടുണ്ട്. ബട്ട് ഇറ്റ് ഈസ് എ സീരിയസ് കണ്ടീഷൻ. ഇതിൻ്റെ സിംറ്റംസ് ആയിട്ട് കാണുന്നത് പെർസിസ്റ്റൻറ്റ് ഫീലിംഗ് ഓഫ് സാഡ്നെസ് എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്തുണ്ടാകാം, സാഡ്നെസ് ഫീൽ ചെയ്യുക. അതേപോലെ ഹോപ്പ്ലെസ്നെസ്, ഇറിറ്റബിലിറ്റി, ഫറ്റീഗ് എന്ന് വെച്ചാൽ ക്ഷീണം, അതേപോലെ കോൺസെൻട്രേഷനിലുള്ള ബുദ്ധിമുട്ട്, മറ്റുള്ള പണ്ട് എൻജോയ് ചെയ്ത പല ആക്ടിവിറ്റീസിലും ഇപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതിരിക്കുക. അതൊക്കെ അതിൻ്റെ ഒരു സിംറ്റംസ് ആണ്. ഫിസിക്കൽ സിംറ്റംസിൽ സ്ലീപ്പ് പാറ്റേൺസിൽ മാറ്റങ്ങൾ വന്നേക്കാം. അതിൽ ഒന്നുകിൽ ഇൻസോംനിയ എന്ന് വെച്ചാൽ ഉറക്കമില്ലായ്മ, അല്ലെങ്കിൽ ഓവർ സ്ലീപ്പിംഗ് വരും. അപ്പറ്റൈറ്റിൽ പ്രോബ്ലംസ് വന്നിട്ട്, അപ്പറ്റൈറ്റ് പറയുമ്പോൾ വിശപ്പ്, അത് കൂടെ കുറേ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ട് വെയിറ്റിൽ വ്യത്യാസം വരുന്നതാണ്. പിന്നുള്ളത് ഫിസിക്കൽ ഏക്സും പെയിൻസും, അതേപോലെ ഒരു കാരണമൊന്നുമില്ലാത്ത വേദനകൾ. ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ചാൽ അത് മൂഡ്, അവരെ ഈ ഒരു പേഷ്യൻറ്റിൻ്റെ മൂഡ്, അവരെ തിങ്കിങ് കപ്പാസിറ്റി, അവരെ തിങ്കിങ് റൂട്ട്, അതിൻ്റെ ഒരു വേ ഓഫ് തിങ്കിങ്, അവരുടെ ഫിസിക്കൽ ഹെൽത്ത്, അതിനൊക്കെ ഇത് ബാധിക്കുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ അവരുടെ ഡെയിലി ലൈഫിൽ എല്ലാ ഫങ്ഷൻസിനെയും ഇത് എഫക്റ്റ് ചെയ്യും. അടുത്തതാണ് ആങ്സൈറ്റി ഡിസോർഡേഴ്സ്. ഇതെന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ എക്സ്ട്രീം ആങ്സൈറ്റി അല്ലെങ്കിൽ വറി അല്ലെങ്കിൽ ഫിയർ ഒക്കെ ഉള്ളവർക്കാണ് ഇത് കാണുന്നത്. റാപ്പിഡ് ഹാർട്ട് ബീറ്റ് ഉണ്ടാകും, അതേപോലെ നല്ല വിയർക്കുന്ന അവസ്ഥ, വിറയൽ, ട്രബിൾ കോൺസെൻട്രേറ്റിംഗ് ആൻഡ് ഫീലിംഗ് റെസ്റ്റ്ലെസ്നെസ് എന്ന് വെച്ചാൽ ഒരു നിൽക്കപ്പുറത്തില്ലാത്തൊരവസ്ഥ. അതൊക്കെയാണ് അതിൻ്റെ സിംറ്റംസ്. കോമൺ ടൈപ്പുകളുണ്ട്, ഇതിൽ പല ടൈപ്പ് ഉണ്ട്. ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ ഉണ്ട്, പാനിക് ഡിസോർഡർ ഉണ്ട്, വെച്ചാൽ പാനിക് അറ്റാക്ക് ഒക്കെ വരുന്ന കേസാണത്. സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ അഥവാ ഫോബിയാസ് എന്ന് വെച്ചാൽ സൊസൈറ്റിനോട് തന്നെ പേടി തോന്നും, അവിടെ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ തന്നെ ആങ്സൈറ്റി വരുന്നൊക്കെ കേസുകൾ. അതിൻ്റെ ഇമ്പാക്റ്റ് എന്താ വെച്ചാൽ സ്വാഭാവികമായിട്ടും സോഷ്യലി ആകെ പ്രശ്നം വരും. ഡെയിലി ആക്ടിവിറ്റീസിൽ ഇത് ഇൻ്റർഫിയർ ചെയ്യാൻ, അവരുടെ റിലേഷൻഷിപ്സ്, വർക്ക്, അതേപോലെ അക്കാഡമിക് പെർഫോമൻസിനൊക്കെ ഇത് അഫക്റ്റ് ചെയ്യാണ് ചെയ്യുക. ഇനിയുള്ളതാണ് ബൈപ്പോളർ ഡിസോർഡർ. ഇതെന്ന് പറഞ്ഞാൽ ഇമേജിൽ ഡെപ്പിക്റ്റ് ചെയ്ത പോലെ തന്നെ കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് കാണാം, അഥവാ എക്സ്ട്രീം മൂഡ് സ്വിങ്സ് കാണാം. ചില സമയത്ത് ഭയങ്കര ഇമോഷണലി ഹൈ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഹൈപ്പോമാനിയ, ഭയങ്കര സന്തോഷം, അങ്ങനത്തെ രീതിക്ക് എക്സ്ട്രീം ഇമോഷൻസും, അടുത്ത സെക്കൻഡിൽ പക്ക ലോ ഡിപ്രഷനായിട്ടുള്ള അങ്ങനത്തെ ബിഹേവിയേഴ്സും കാണിക്കുന്നതാണ്. ഇത് അവരുടെ ബിഹേവിയറിന് ഇമ്പാക്റ്റ് ചെയ്യും, അവരുടെ എനർജി ലെവൽസിന് ഇമ്പാക്റ്റ് ചെയ്യും, അവരുടെ ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റിന് ഇമ്പാക്റ്റ് ചെയ്യും. അതേപോലെ റിലേഷൻഷിപ്പിലൊക്കെ പല പ്രോബ്ലംസും ഉണ്ടാകുന്നതാണ്. അടുത്തതാണ് സ്കിസോഫ്രീനിയ. സ്കിസോഫ്രീനിയ പറഞ്ഞാൽ ശരിക്കും ഡെലൂഷൻസ്, അഥവാ നമുക്ക് ഇല്ലാത്തത് ഉള്ള പോലെ തോന്നുക, അങ്ങനത്തെ പല തോന്നലുകളോടുകൂടി വരുന്ന ഒരു പ്രോബ്ലമാണ് ഇത്. ഹാലുസിനേഷൻസ് ഉണ്ടാകുക, അതേപോലെ എന്തെങ്കിലും ഒരു ഫാൻറ്റസി ലോകത്ത് ജീവിക്കുന്നതൊക്കെ പോലെ ഉള്ള ചിന്തകൾ, ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ള തിങ്കിങ്, അതേപോലെ മോട്ടിവേഷൻ അല്ലെങ്കിൽ ഗോൾ ഡയറക്റ്റഡ് ആയിട്ടുള്ള ബിഹേവിയർ, അങ്ങനത്തെ പ്രവർത്തികളൊക്കെ ഒന്നും ഇല്ലാത്തൊരവസ്ഥ, അതിനൊക്കെ ബുദ്ധിമുട്ടുക. അതാണ് അതിൻ്റെ സിംറ്റംസ്. ഇത് എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുന്നത് വെച്ചാൽ അവർ പെർസെപ്ഷനെ ഇത് ഇമ്പാക്റ്റ്, അവരുടെ കാഴ്ചപ്പാടും കാര്യങ്ങളെല്ലാം മാറും, അവരെ ചിന്താഗതിയും, അതേപോലെ അവരുടെ ഇമോഷണൽ കൺട്രോള്, റിയാലിറ്റി ഏതാ ഫാൻറ്റസി ഏതാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഇവർക്കുണ്ടാകും. അടുത്തതാണ് OCD അഥവാ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ. ഇത് നിങ്ങൾക്ക് ഏകദേശമൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും. വളരെ ഒബ്സസ്ഡ് ആയിട്ടുള്ളൊരു ബിഹേവിയറാണ്. പലതിനോടുള്ള ഒബ്സഷൻസും ഉണ്ട്. ചിലർക്ക് വൃത്തിയായിരിക്കും, ചിലർക്ക് പെർഫെക്ഷനിസ്റ്റ് കാരം, ചിലർക്ക് എന്താ പറയുക ഓർഗനൈസ് ചെയ്ത് നമുക്ക് സാധനം കാണാൻ പാടുള്ളൂ, അങ്ങനത്തെ കുറച്ചെന്ന് വെച്ചാൽ റിക്കറൻ്റ് ആയിട്ടുള്ള ഇൻട്രൂസീവ് തോട്ട്സാണ്, കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ചിന്തകളാണ് അവർക്കുള്ളിൽ ഒബ്സഷൻസ് ആയിട്ട് വരുന്നത്. അത് റിപ്പീറ്റേറ്റീവ് ബിഹേവിയേഴ്സിലേക്കും അതേപോലെ അങ്ങനത്തെ ബിഹേവിയേഴ്സ് ഫോം ചെയ്യും. ദാറ്റ് ദേ ഫീൽ കമ്പൽഡ് പെർഫോം എന്നുവെച്ചാൽ അത് ചെയ്യണം എന്നുള്ളൊരു തോന്നൽ അത്രയും സ്ട്രോങ് ആയിരിക്കും അവർക്കുണ്ടാവുക. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാകില്ല, അത് അവർക്കും അറിയുന്നുണ്ടാവും. ബട്ട് എന്താ പറയുക, ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ചില OCD കേസസിൽ ഒരു ടേബിളിൽ കുറച്ച് ബുക്കും കാര്യങ്ങളും എങ്ങനെയും ഒന്ന് ചെരിഞ്ഞിരിക്കുക കിടക്കുകയാണെന്നുണ്ടെങ്കിൽ, വൃത്തിയില്ലായ്മ അല്ല, ചെരിഞ്ഞ് ജസ്റ്റ് ഔട്ട് ഓഫ് പ്രൊപ്പോർഷനായിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ പക്ക സ്ട്രൈറ്റ് ആക്കി പക്ക സ്പേസൊക്കെ വിട്ടിട്ട് ഓർഗനൈസ് ചെയ്യുക, അങ്ങനത്തെ കേസസ് ഉണ്ടാവലുണ്ട്. അപ്പോൾ ഇതിന് പ്രോബ്ലം എന്ന് വെച്ചാൽ അവരുടെ ഡെയിലി ഫങ്ഷനിങ്ങിനെ ബാധിക്കും, അവർക്ക് എക്സ്ട്രീം ഡിസ്ട്രെസ് ഉണ്ടാവും. ഇതങ്ങനെ ഡിസോർഡറായിട്ടൊക്കെ കാണുമ്പോൾ അവർക്ക് എക്സ്ട്രീം ഇറിറ്റേഷനൊക്കെ വരും അത് ശരിയാക്കാണ്ട്. പിന്നുള്ളതാണ് ഈറ്റിംഗ് ഡിസോർഡേഴ്സ്. ഈറ്റിംഗ് ഡിസോർഡേഴ്സ് പല തരങ്ങളുണ്ട്. അതിൽ കുറച്ച് ടൈപ്പാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അനോറെക്സിയ നെർവോസ, ബുളീമിയ നെർവോസ, ബിഞ്ച് ഈറ്റിംഗ് ഡിസോർഡർ. അനോറെക്സിയ നെർവോസൊക്കെ ഇപ്പോൾ റീസെൻ്റ്ലി ന്യൂസിൽ വന്ന കേസുകളാണെന്ന് വെച്ചാൽ എക്സ്ട്രീം ഡയറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് എത്ര തടി കുറച്ചാലും കുറയില്ല എന്നുള്ള രീതിക്ക്, എല്ലും കോലായാലും ആൾക്ക് എന്താണ് തടി കൂടുതലെന്നുള്ളൊരു ഫീലിംഗ് വരും. ബിഞ്ച് ഈറ്റിംഗ് ഡിസോർഡർ പറയുമ്പോൾ ഇങ്ങനെ തടിയൊക്കെ കുറച്ചിട്ട് എന്താ പറയുക
കിട്ടുന്ന ചാൻസ് അല്ലെങ്കിൽ വിശന്ന സമയത്ത് നിൽക്കാണ്ട് കൺട്രോൾ ചെയ്യാണ്ട് കഴിക്കേണ്ട അവസ്ഥ. അപ്പോൾ അതൊക്കെ പല തരത്തിലുള്ള ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഉണ്ട്. അതിൻ്റെ സിംറ്റംസ് എങ്ങനെയാ വെച്ചാൽ അബ്നോർമൽ ഈറ്റിംഗ് ഹാബിറ്റ്സ് തന്നെ അബ്നോർമൽ ആയിട്ടുണ്ടാകും. എക്സസീവ് കൺസേൺ ആയിരിക്കും ഇവർക്ക് ബോഡി വെയ്റ്റും ബോഡി ഇമേജിനൊക്കെ പറ്റി. അതേപോലെ ഫുഡ് ഇൻടേക്കൊക്കെ അവർക്ക് തന്നെ ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടാകും, അവരുടേതായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ടാകും. ബിഞ്ച് ഈറ്റിംഗ് ആണോ, ബിഞ്ച് ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഇരിപ്പിന് പലതും വാരി കോരി കഴിക്കുന്ന അവസ്ഥ. ഇമ്പാക്റ്റ് എന്താ വെച്ചാൽ സ്വാഭാവികമായിട്ടും ഇത് അവരെ മെൻ്റൽ ഹെൽത്തിനും ഫിസിക്കൽ ഹെൽത്തിനും ബാധിക്കും. ചില സിവിയർ കേസസിൽ എന്ത് ചെയ്യും, ചിലവർ സ്വയം എന്ന് വെച്ചാൽ ഛർദ്ദിക്കാനോ ഒക്കെയുള്ള ഗുളിക എടുത്തിട്ട് ഭക്ഷണം കഴിച്ച ഉടനെ ഇത് മൊത്തം പുറത്ത് കളയാന്നുള്ള രീതിക്ക് അത് മൊത്തം കളയാൻ വേണ്ടിയിട്ട് മെഡിസിനൊക്കെ എടുത്തിട്ട് എന്ത് വരും, പല മെഡിക്കൽ കോംപ്ലിക്കേഷൻസും വരും. അപ്പം ഇതാണ് കുറച്ച് മെൻ്റൽ ഡിസോർഡേഴ്സ്. അതിൻ്റെ മറ്റുള്ള ഇതിലും ഇതെങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ മെയിനായിട്ടും ബിഹേവിയർ ചേഞ്ചസ് നമ്മൾ നോക്കുക. സ്വാഭാവികമായിട്ടും അവർ സോഷ്യൽ ആക്ടിവിറ്റീസിൽ എത്രത്തോളം ഇൻവോൾവ് ആണ്, അവർ സ്ലീപ്പിംഗ് പാറ്റേൺസിന് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ, അവരെ ഇറിറ്റബിലിറ്റി ഉണ്ടോ എന്നുള്ളതൊക്കെ ശ്രദ്ധിക്കും. ഇമോഷണൽ ഇൻഡിക്കേറ്റേഴ്സായിട്ട് വരുന്നതാണ് എക്സസീവ് വറി, സാഡ്നെസ്, അല്ലെങ്കിൽ പെട്ടെന്നുള്ള ദേഷ്യത്തോടു കൂടിയുള്ള പൊട്ടിത്തെറികൾ. ഫിസിക്കൽ സിംറ്റംസിൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ ആഫ്റ്റർ മാത്തായിട്ട് വരുന്ന വെയിറ്റ് ഗെയിനോ വെയിറ്റ് ലോസോ അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾ നോക്കി നടക്കാനുള്ള ബുദ്ധിമുട്ട്, എന്താണ് കാരണം ഒന്നും ഇല്ലാണ്ടുള്ള ക്ഷീണം, ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്. പിന്നെ ഡിക്ലൈനിങ് ഫങ്ഷനിങ്, സ്വാഭാവികമായിട്ടും അവരെ വർക്ക് സ്കൂളിൽ അതേപോലെ അവിടെയൊക്കെയുള്ള അവരെ പെർഫോമൻസ് കുറഞ്ഞിട്ടുണ്ടാകും. ഡിഫിക്കൽട്ടി ഇൻ മേക്കിംഗ് ഡിസിഷൻസും ഉണ്ടാകും. അതേപോലെ പൂർ കോൺസെൻട്രേഷൻ ആയിരിക്കും ഉണ്ടാകും. സോ that's all in mental health disorders. So thank you.